ഇറാനെതിരെ ആക്രമണം ഇപ്പോൾ കൂടുതൽ കടുപ്പിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളിലും തീരദേശ റഡാർ സംവിധാനങ്ങളിലും അമേരിക്കൻ സൈന്യം ബോംബാക്രമണം നടത്തി. ഇറാൻ ഇനിയും കരാർ ലംഘനം തുടർന്നാൽ രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം. വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിച്ചതിനെ തുടർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വിമാനങ്ങൾ ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളിലും തീരദേശ റഡാർ സൈറ്റുകളിലും ബോംബാക്രമണം നടത്തി. അവർ ഒരിക്കലും പഠിക്കില്ലെന്ന് തോന്നുന്നു. ഇനി ഞങ്ങൾക്ക് യുക്തമായി ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഘട്ടം വന്നേക്കാം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ വിജയകരമായി തുടങ്ങിയ ആ ദൗത്യം സൈനികമായി തന്നെ പൂർത്തിയാക്കാൻ നിർബന്ധിതരാക്കും. അങ്ങനെ സംഭവിച്ചാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നൊരു രാജ്യം പിന്നീട് ഈ ഭൂമിയിൽ അവശേഷിക്കില്ല. ഇതാണ് ട്രംപ് എഴുതിയിരിക്കുന്നത്. സിരിക്ക് ഖേഷം ദ്വീപുകളിൽ സ്ഫോടനം നടന്നെന്നാണ് റിപ്പോർട്ട്. എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ സിരിക്കിലെ യഹ്റൂയ മേഖലയിലെ ബീച്ചുകളിലും തീരപ്രദേശങ്ങളിലും വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസും റിപ്പോർട്ട് ചെയ്തു. ഖേഷമിലും ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഫോടനം നടന്ന കൃത്യമായ സ്ഥലത്തെക്കുറിച്ചോ അതിന്റെ ആഘാതത്തെക്കുറിച്ചോ ഉള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല. ഇന്നലെ കപ്പൽ ആക്രമിച്ചതിന് ശേഷം രണ്ടാമത്തെ അമേരിക്കൻ ആക്രമണമാണിത്. ആക്രമണത്തിന് ഇറാനും തിരിച്ചടി തുടങ്ങി. കുവൈറ്റിൽ ഇറാൻ ആക്രമണം നടത്തി. ബഹ്റിനിലും അപായ സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം MV എവർ ലവ്ലി എന്ന കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക തിരിച്ചടിച്ചിരുന്നു. തുടർന്ന് വെടിനിർത്തൽ പാലിക്കാൻ ഇറാന് അവസരം നൽകിയെങ്കിലും ശനിയാഴ്ച വെളുപ്പിന് 4:30 ഇറാൻ വീണ്ടും ആക്രമണം നടത്തുകയായിരുന്നു. ഹോർമുസ് കടലിടുക്കിന് സമീപം 20 ലക്ഷത്തിലധികം ബാരൽ അസംസ്കൃത എണ്ണയുമായി പോകുകയായിരുന്ന MT കിക്കു എന്ന പനാമ ടാങ്കർ കപ്പലിന് നേരെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ചരക്ക് നീക്കത്തിന് നേരെ ഇറാൻ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾക്കുള്ള നേരിട്ടുള്ള മറുപടിയാണ് തങ്ങളുടെ ഈ വ്യോമാക്രമണം എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പ്രതികരിക്കുകയും ചെയ്തു. അമേരിക്ക വെടിനിർത്തൽ കരാർ പൂർണ്ണമായി പാലിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ അക്രമത്തിന് അക്രമം കൊണ്ട് തന്നെ മറുപടി നൽകുമെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഒരു മുന്നറിയിപ്പ് നൽകി. 10 സ്ഥലങ്ങളിൽ വ്യോമസേന നടത്തിയ ആക്രമണ ദൃശ്യങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റിലും ബഹ്റിനിലും അപായ സൈറൺ മുഴങ്ങിയിരുന്നു. ശത്രുവിന് തക്കതായ മറുപടി നൽകുമെന്നാണ് ഇറാൻ ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന് തന്നെയാണ്. നിയന്ത്രണം ലംഘിച്ചാൽ ഇനിയും കപ്പലുകളെ ആക്രമിക്കുമെന്നും IRGC വെല്ലുവിളി മുഴക്കിയിട്ടുണ്ട്.